ഹായ് ഓൾ, എല്ലാവർക്കും ഈറ്റി ബോളിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെ അമ്മയും കൂടെ ഉണ്ട്. അമ്മ ഒരു സൈഡിൽ നിന്ന് ഒരു ഭാഗം ആ ചൂരയുടെ ഒരു ഭാഗം അമ്മ ഇന്ന് ചെയ്യുന്നുണ്ട്, വേറൊരു ഡിഷ്. നമുക്ക് അവസാനം നോക്കാം. ഞാൻ ഇന്ന് ഇത് ചെയ്യാൻ പോണത്, ഞാൻ കുറച്ച് പോർഷൻ എടുത്ത് ചെയ്യാൻ പോകുന്നത് ചില്ലി അടിക്കാനാണ് പോകുന്നത്, ചില്ലി ടൈപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പം നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ക്യാപ്സിക്കം. ഇതൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. അതേപോലെ തന്നെ ഒരു ഉള്ളിയുടെ പകുതി ഉള്ളിയാണ്, ഇത് പീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 2 പച്ചമുളക്, ഒരു 3-4 അല്ലി, ചെറുതായിട്ട് 3-4 അല്ലി വെളുത്തുള്ളി. വലുതാണെങ്കിൽ നമുക്ക് 1-2 എടുത്താൽ മതി, കാരണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് മൈദാ മാവ്, കുറച്ച് കോൺഫ്ലവർ. ഇത് വീക്ക് ഫീൽഡിൻ്റെയാണ്, കൊള്ളാമല്ലെന്ന് അറിയത്തില്ല. പിന്നെ ഇത് സോയാ സോസ്, ടൊമാറ്റോ സോസ്, വിനാഗിരി. ഇത് വെച്ചാൽ സോയാ സോസും ടൊമാറ്റോ സോസും ഈ 2 സ്പൂൺ വീതമാണ്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണാണ് മിക്സ് ചെയ്തത്. പിന്നെ കുറച്ച് വിനാഗിരിയും ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പൊരിക്കാനുള്ള നമുക്ക് ആവശ്യത്തിനുള്ള മെയിൻ സാധനം ചൂര. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു 2 അല്ലി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. കാരണം ഇപ്പോൾ ഒരുപാട് വാരി ഇട്ട് കളയണ്ട, ആവശ്യത്തിന് മതി. കാരണം നമ്മൾ ഇപ്പോൾ മൈദാമാവും കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കും ആ കോട്ടിങ്ങിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാ സ്ഥലത്തും എത്തണം. നമ്മൾ എടുത്ത ചൂര അത്ര വലുതല്ല, അതുകൊണ്ടാണ് ഞാൻ സ്കിന്ന് കളയായിരുന്നത്. നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 1.25 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1.5 കോൺഫ്ലവറും
ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കോട്ടിങ് എല്ലാ സ്ഥലത്തും അങ്ങ് ആവണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു, ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അധികമൊന്നും അല്ലാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം. കണ്ട, കാരണം നമ്മൾ വിട്ടുപോകരുത്, പൊരിക്കുന്ന സമയത്ത് കോട്ടിങ് വിട്ടുപോകരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസി വേണം ചെയ്യാൻ. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്യുകയോ അല്ലാതെ വെളിയിൽ വെച്ച് നമുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മീൻ പൊരിക്കാൻ എത്രയാണ് അളവ് അത് നിങ്ങൾക്കറിയാമല്ലോ. അതൊന്ന് ചൂടാവട്ടെ. കൊടുക്കാം. നമ്മളിതെല്ലാം വറുത്ത് കോരി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇനി ഇതിനെ എടുത്തിട്ട് നമുക്ക് ചില്ലി അടിക്കാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നതെല്ലാം ശ്രദ്ധിച്ച് വേണം. ഇനി ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് പിടിച്ച് നിൽക്കരുത്, എല്ലാം പെട്ടെന്നായിക്കോളണം. എണ്ണ തന്നെ ഉപയോഗിക്കാം. നമുക്കതിലേക്ക് ചില്ലി ഇട്ട് കൊടുക്കാം. ഇത്തിരി ഇതായി വന്നാൽ മതി. എണ്ണ നല്ല ചൂടാകും. ഇനി അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒരു 15 സെക്കൻഡ് ഇനി അതിലേക്ക് നമുക്ക് ഓണിയൻ പീസ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ക്യാപ്സിക്കം പോലെ ഒരു 15 സെക്കൻഡ് അത്. നമുക്ക് ഇതിലേക്ക്, കാരണം ഉള്ളി വഴട്ടുമ്പോൾ ഒരുപാട് അങ്ങ് ഇതായി പോകരുത്, കാരണം നമുക്ക് കഴിക്കാൻ കിട്ടണം. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം, മീനിട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന സോസ് മിക്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് തിക്കുള്ള ഗ്രേവി പോലെ കിട്ടും. അതുകൊണ്ടാണ് ഈ കോൺഫ്ലവർ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമ്മളെ ചൂര ചില്ലി റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. വ്യത്യസ്തമായിട്ട് എപ്പോഴും ഞാനല്ലേ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. ഇപ്രാവശ്യം അമ്മേനെ കൊണ്ട് ചെയ്യിച്ചു. ക്യാപ്സിക്കവും വെച്ച് ഉള്ളതുള്ളതാണ് പറയാം. അങ്ങോട്ട് പോയി പറയാം. കൊള്ളാൻ നന്നായി. ഇറച്ചി ചില്ലി അടിക്കുന്നതിന് ഇതാണ് ടേസ്റ്റ്. ഇതാണ് കഴിച്ചോണ്ടിരിക്കാതെ പറഞ്ഞു തീർക്കും. അപ്പം അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിഷ് ആയിട്ട് വരുന്നത് വരെ ചൂര ചില്ലി